മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് മഹാവികാസ് അഘാഡിയുടെ എതിർചേരിയിൽ നിൽക്കുന്ന ഏകനാഥ് ഷിൻഡെയാണ്. എന്നാൽ ഏകനാഥ് ഷിൻഡെ മഹാവികാസ് അഘാഡി സഖ്യത്തിൽ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ, അതായത് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം കോവിഡ് വ്യാപനം അതിശക്തമായി ഇവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം മുംബൈയിൽ ഏകദേശം വലിയ തോതിലുള്ള കോവിഡ് കേസുകൾ, കാഷ്വാലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ അവിടെ ടേക്ക് കെയർ ചെയ്തത്, അല്ലെങ്കിൽ കോവിഡ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കൃത്യമായി അവിടെ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് അതീതമായിട്ട്, അതായത് എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ ബോധത്തിന് അതീതമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഏകനാഥ് ഷിൻഡെ എന്ന് ഇവിടുത്തെ കുറേയധികം ജനങ്ങൾ പറയുന്നുണ്ട്. ഏകനാഥ് ഷിൻഡെക്ക് വലിയൊരു ക്ലീൻ ഇമേജ് ഉണ്ട്. ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയത്തെക്കാൾ വലിയ ഒരു രാഷ്ട്രീയം ഏകനാഥ് ഷിൻഡെക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ ബാൽ താക്കറെയുടെ ഒരു പിൻഗാമി എന്നറിയപ്പെടുന്ന ഉദ്ധവ് താക്കറേക്കാളും ഏകനാഥ് ഷിൻഡെയെ തന്നെയാണ് അവിടെ പ്രഖ്യാപിക്കുന്നത് എന്ന രീതിയിലാണ് ഇവിടെ ജനങ്ങൾ പറയുന്നത്. തീർച്ചയായും അത് ഒരു ഏകനാഥ് ഷിൻഡെയുടെ ഒരു പ്ലസ് പോയിൻ്റാണ്. ഒരുപക്ഷെ ഏകനാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു കാരണവും അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലിയ രീതിയിലുള്ളൊരു ഹൈപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ ഒരു വലിയ ഒരു അപേക്ഷയായിരുന്നു മോദിയോട്, അതായത് കേന്ദ്രത്തിൽ അദ്ദേഹത്തിനോട്, പ്രധാനമന്ത്രിയോട് പറഞ്ഞു ഏകനാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കൂ, താൻ ഉപമുഖ്യമന്ത്രി ആയിക്കോളാം. അല്ലാതെ ഏകനാഥ് ഷിൻഡെ ഒരിക്കലും പറഞ്ഞതല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആര് തന്നെ ജയിച്ചാലും മഹാരാഷ്ട്രയിലാണ് ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത്. നമുക്കറിയാം 48 ലോക്സഭാ സീറ്റും 288 നിയമസഭാ സീറ്റുകളുമാണ് മഹാരാഷ്ട്രയിലുള്ളതെന്ന് നമുക്കറിയാം. ഇവിടെ ഭൂരിഭാഗം വരുന്ന, ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റുന്നത്, ഇത്രയധികം പാർട്ടികൾ മാറ്റുരയ്ക്കുന്ന ഒരു സംസ്ഥാനം വളരെ കുറവാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ കാര്യം നോക്കിയാൽ പോലും അവിടെ BJP സമാജ്വാദിയും തമ്മിലുള്ള മത്സരമാണ് ഏറെക്കുറെ സീറ്റുകളിൽ നടക്കുന്നത്. എന്നാൽ ഇവിടുത്തെ കാര്യം അങ്ങനെയല്ല. ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ മത്സരം എന്ന് പറയുന്നത്, BJP ഒരു സ്ഥലത്തുണ്ട്, BJPയുടെ കൂടെ നിൽക്കുകയാണ് അജിത് പവാർ, അതുപോലെ തന്നെ ഏകനാഥ് ഷിൻഡെ. എന്നാൽ ശരത് പവാറും അതുപോലെ തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ അവരുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ഉദ്ധവ് താക്കറെയും, ഇങ്ങനെ ഒരു അലയൻസാണ് മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്ന മഹാവികാസ് അഘാഡി സഖ്യത്തിൻ്റെ ഒരു അലയൻസ് എന്ന് പറയുന്നത്. അതായത് ഒരുപക്ഷെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് മഹാരാഷ്ട്ര പോകുന്നത്. തീർച്ചയായും ആ തെരഞ്ഞെടുപ്പിൽ ആര് മുന്നേറണം, ആര് വിജയിക്കണം എന്നുള്ള ചർച്ച ഇവിടുത്തെ 11 കോടി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ആ വോട്ടെടുപ്പിൽ എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിലൊരു സുസ്ഥിരമായ ഭരണം BJPക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയേ മതിയാവും. അതിൽ ഈ 48 സീറ്റുകൾ എത്രത്തോളം പ്രയോജനകരമാണെന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് എക്കോണമി മഹാരാഷ്ട്രയിലാണ്. തീർച്ചയായിട്ടും അതിൽ തന്നെ ഏറ്റവും വലിയ സിറ്റികൾ എന്ന് പറയുന്നത് മുംബൈ, സ്വാഭാവികമായി അതിൻ്റെ തലസ്ഥാന നഗരിയായ മുംബൈ. രണ്ടാമത്തെ ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് പൂനെയുമാണ്. ഏറ്റവും വലിയ ക്ലീൻ സിറ്റി എന്നുള്ള ഒരു പരിവേഷം കൂടിയുള്ള ഒരു സ്ഥലമാണ് പൂനെ എന്ന് പറയുന്നത്. പൂനെയുടെ നഗരമേഖലകളിലൂടെയാണ് ഞാനിപ്പോൾ നടന്നു പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള ഒരു ജനകീയത ഇവിടെ BJPക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ആധിപത്യം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയെന്ന് പറയുന്നത്.